ട്രെയിലർ കാണും. ഓക്കെ, മമ്മൂട്ടി മോഹൻലാലൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ, അടിപൊളിയായിരുന്നു. ഒരു തകർത്താട് അഴിഞ്ഞാട്ടം പോലെ. ഉറപ്പായിട്ടും എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? അടിപൊളിയല്ലേ, മഹേഷിൻ്റെ പടമല്ലേ. മഹേഷ് നല്ല ഒന്നൊന്നര ടെക്നീഷ്യനല്ലേ, നന്നായിട്ട് ചെയ്യും. അടിപൊളി. ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും സീക്വൻസുകൾ കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ? കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഫാഫയാണ് വില്ലെന്ന് പറഞ്ഞു, ചാക്കോച്ചൻ, എല്ലാവരും ക്യാമിയോസ് എന്തെങ്കിലും പറഞ്ഞു. ഒന്നും ചോദിച്ചില്ല, ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഫ്രണ്ട്സിനോടൊന്നും ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. അത് നമ്മൾ പടം കണ്ടു, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുഷിൻ്റെ ഒരു ആഡ് ഓൺ കൂടി വരുമ്പോൾ പടം ഇനി ലിഫ്റ്റ് ആവും. തിയേറ്ററിൽ കത്തിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. എന്തുപറ്റി? അല്ല, കത്തിക്കാനുള്ള ഒരു മാസ് പരിപാടികൾ, മാസ് എലമെന്റ്സിന്റെ പടത്തിന്റെ ഇതനുസരിച്ചല്ലേ പടം കണ്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തിയേറ്റർ കത്തില്ല എന്നുള്ളതൊക്കെ നമ്മൾ പടം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഈ ലാലേട്ടനെ മമ്മൂക്കനൊക്കെ രണ്ടും ഒരുമിച്ച് സ്ക്രീനിൽ കാണാന്ന് പറഞ്ഞാൽ തന്നെ ഒരു തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പാക്കാന്നുള്ള ലെവലില് സ്ക്രീനിൽ കൊണ്ടുവരണ്ടേ? അതല്ല പ്രേക്ഷകർ ആ രീതിയിലുള്ള മാസ് എലമെന്റ്സ് ഉണ്ടാവും തോന്നുന്നു. മാസ് എലമെന്റ്സ് മഹേഷിൻ്റെ എല്ലാ സിനിമകളും അങ്ങനെ ഒരു കഥാപരമായിട്ടുള്ള കാര്യങ്ങളാണ് മഹേഷ് കൂടുതൽ ശ്രദ്ധിക്കാറ്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ എലിമെൻറ്റ്സ് ഉണ്ടാവും. ഇത്രയും എന്താ പറയുക, സ്റ്റാഫ് പവറുള്ള ആക്ടേഴ്സും നല്ല ആക്ടേഴ്സും കോമ്പിനേഷൻ ഇതിൽ നന്നായിട്ട് ചെയ്യും. ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും സാധനങ്ങൾ മഹേഷ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഉറപ്പായിരിക്കും എനിക്ക് ഉറപ്പായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം ചില പിന്നീട് ഹരികൃഷ്ണൻസ് കഴിഞ്ഞിട്ട് ഹരികൃഷ്ണൻസ് 2020 കഴിഞ്ഞിട്ടുള്ള പടമല്ലേ, അങ്ങനെയല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള പടമായതുകൊണ്ട് ഉറപ്പായിട്ടും ഇത്രയും ഗ്യാപ്പ് പണ്ടൊക്കെ എനിക്കുള്ളത് നമുക്ക് ലാൽ സാർ കൂടെ ഒരു 19 ദിവസം കൂടെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന സിനിമ എന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെക്ടേഷനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവും. വരട്ടെ, പടം വരട്ടെ. കത്തിക്കാൻ നല്ല പടം വന്നിട്ടാ മണ്ണായിട്ടാണ് ആൾക്കാർ കയറുന്നത് കത്തിക്കാൻ. ഇല്ല, പടം നന്നായിട്ട് വരും. പടം നന്നായിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വെച്ച് എല്ലാതും എല്ലാവരും ഹാപ്പി ആവും. എക്സിബിറ്ററും ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും ഇത് ഹാപ്പി ആവും. അപ്പോൾ അത് ഇൻഡസ്ട്രി നന്നായിട്ട് ഇരിക്കുക എന്നുള്ളതല്ലേ. ഇപ്പോൾ ചേട്ടൻ മമ്മൂക്കനെ വെച്ചൊരു ബമ്പർ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച മനുഷ്യനാണ്. പിന്നെ ലാലേട്ടൻ്റെ നമ്മുടെ ടീമല്ലടാ, നമ്മളെന്നുള്ള പരിപാടി ഇല്ലല്ലോ, അതൊരു ടീം വർക്കല്ലേ മൊത്തത്തിൽ. ലാലേട്ടനെ വെച്ചാൽ ഏതെങ്കിലും പ്രൊജക്റ്റ് ഇനി ഓണായി വരിക, അങ്ങനെ ഏതെങ്കിലും പ്രതീക്ഷകൾ നമുക്ക്? കഴിയട്ടെ.